പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് അനന്ത്നാഗ് പോലീസും രംഗത്തുണ്ട്. സുരക്ഷാ സേന പുറത്തുവിട്ട രേഖാചിത്രത്തിൽ ഉള്ള ഓരോരുത്തരെയും കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് നൽകുമെന്ന പ്രഖ്യാപനം അനന്ത്നാഗ് പോലീസിന്റെ ഭാഗത്ത് വരുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ആ മേഖലയാകെ വളഞ്ഞിരിക്കുകയാണ്. അവർക്ക് അധിക ദൂരം പോയി രക്ഷപ്പെടാൻ കഴിയില്ല. അതിനു മുൻപേ തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ ഈ സംഭവമുണ്ടായ സ്ഥലത്തേക്കും അതിന് പിന്നാലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വലിയ തോതിൽ ജാഗ്രതയിലേക്ക് എത്തുകയും ചെയ്താണ്. ഇവരെ കണ്ടെത്താൻ തദ്ദേശീയമായ സഹായം കൂടി വേണം എന്നതാണോ? രതീഷ്, ഈ ഭീകരർ ഇപ്പോഴും പഹൽഗാമിന്റെ വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സേന വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസ് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോക്കൽ സപ്പോർട്ട് കൂടി, അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടി അവരുടെ പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിൽ 3 വ്യത്യസ്ത പോസ്റ്ററുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അലിഭായ് എന്നറിയപ്പെടുന്ന തൽഹാബായ്, അതുപോലെ തന്നെ ആദിൽ ഹുസൈൻ തോക്കർ. ഈ ആദിൽ ഹുസൈൻ തോക്കർ അനന്ത്നാഗ് സ്വദേശി തന്നെയാണ്, ആ ഭീകരർ ഒരാളാണ്. അതുപോലെ തന്നെ ഹാഷിം മൂസ എന്ന സുലൈമാൻ. ഈ 3 പേരെയും കണ്ടെത്താൻ സഹായിക്കുന്നവർക്കെല്ലാം 20 ലക്ഷം രൂപ നൽകും എന്ന് 3 വ്യത്യസ്ത പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് കൃത്യമായി അവിടെയുള്ള പഹൽഗാമിലെ ഈ സാധാരണക്കാരെ, തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടി ഈ തിരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുപ്പിക്കാൻ, അതായത് എവിടെയെങ്കിലും വെച്ച് ഇവരെ കാണുകയോ അല്ലെങ്കിൽ ഇതുമായി രൂപസാദൃശ്യമുള്ളവരെ കാണുകയോ ചെയ്താൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക, അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ളൊരു വിവരം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് പുറത്തു വിടരുത്, നേരിട്ട് പോലീസിനെയോ സുരക്ഷാ സേനയോ അറിയിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.